ആരോഗ്യമേഖല തകർന്നിരിക്കുകയാണ്. കൈക്ക് പരിക്കുമായി വന്ന ആളിന് കണ്ണിന് ശസ്ത്രക്രിയ, കാലിന് പരിക്കുമായി വന്ന ആളിന് മൂക്കിന് ശസ്ത്രക്രിയ, അങ്ങനെ വൈവിധ്യമാർന്ന രീതിയിലേക്കെല്ലാം ഇതിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും അത് തിരിച്ചറിയാൻ ആരോഗ്യവകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് പറയുകയാണ്. കേവലം PR എക്സർസൈസ് കൊണ്ടൊന്നും ഇവർ ചെയ്ത അല്ലെങ്കിൽ ഈ വകുപ്പിനുണ്ടായ ക്ഷീണം പരിഹരിക്കാൻ സാധിക്കില്ല. ഇനിയെങ്കിലും അതുകൊണ്ട് മന്ത്രി ഇന്നലെ പ്രതികരണത്തിൽ പറഞ്ഞ എന്താണ്, ഇതില് നിങ്ങൾ പിടിച്ച അല്ലെങ്കിൽ KSUകാർ പിടിച്ച വിഷ്വലുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്ന്. ഇവരുടെ മുൻപിലെ CCTV, റെയിൽവേ സ്റ്റേഷനിലെ CCTV ലഭ്യമാണ്. അല്ലെങ്കിൽ ഇവർ തന്നെയല്ലേ ആഭ്യന്തര വകുപ്പ് ഭരണം നടത്തുന്നത്. ആഭ്യന്തര വകുപ്പിന് ഇതിന്റെ എല്ലാം വിവരങ്ങൾ ലഭിച്ചല്ലോ. അതിനുശേഷം ഓരോ CPMന്റെ ആളുകൾ ഇരുന്നിട്ട് നടത്തുന്ന പത്രസമ്മേളനം എല്ലാം കണ്ടു കഴിഞ്ഞാൽ തീർത്തും അപഹാസ്യകരമായിട്ടുള്ള രീതിയിലേക്കാണ്. ഈ ജയരാജൻ ഇന്നലെ ഇരുന്നിട്ട് പത്രസമ്മേളനം എല്ലാം ആക്ഷൻ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പത്രസമ്മേളനം നടത്തുന്നതെല്ലാം കണ്ടു. ഇങ്ങനെ ഇവർക്ക് നാണമില്ലേ? ഇതെല്ലാം ഇവരിപ്പോഴും 60-കളിൽ 70-കളിലെല്ലാം ഒരു അവസ്ഥയിലേക്ക് ഇവർ ഇതിന്റെ എല്ലാം ചിന്തിച്ചു മുന്നോട്ട്. ഇത്രയേറെ സാമൂഹ്യ മാധ്യമങ്ങൾ വളർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ, എല്ലായിടത്തും ക്യാമറ കണ്ണുകളുള്ള സാഹചര്യത്തിൽ, CCTVകൾ ചുറ്റുമുള്ള സാഹചര്യത്തിൽ ഇവർ പറയുന്ന വിടുവായുത്തരം വിശ്വസിക്കുകയല്ല കേരളീയ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാകില്ല എന്നൊരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും, പൊട്ടക്കിണറിൽ കിടക്കുന്ന തവളയിൽ നിന്ന് ജയരാജൻ ഇനിയെങ്കിലും പുറത്തേക്ക് കടന്നു വരണമെന്ന ഒരു ആവശ്യം കൂടി KSU മുന്നോട്ട് വയ്ക്കുകയാണ്. മന്ത്രി പറയുന്നത്, ഈ നിങ്ങൾ കാറിന് മുന്നിൽ ചാടി പല സ്ഥലത്തും കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്, അത് ഒരു സമരമുറ എന്ന രീതിയിൽ അംഗീകരിക്കുന്നു. പക്ഷേ ഇങ്ങനെ പതുങ്ങിയിരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗൂഢാലോചന നടത്തി ഇങ്ങനെ സംഘടിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു സ്ത്രീയല്ലേ താൻ എന്ന ഒരു ചോദ്യമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. അല്ല, ഇതെന്തെന്നറിയോ, മന്ത്രി സമരങ്ങളൊന്നും ചെയ്ത് ശീലമില്ലാത്ത കൊണ്ടാണ്, ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വരാത്തത് കൊണ്ടാണ് മന്ത്രിക്ക് ഇതെല്ലാം ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിലോ യുവജന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊന്നും കടന്നു വന്നില്ല. ചാനൽ അവതാരികയായി അവിടെ നിന്ന് നേരെ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, മത്സര രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, അതിനുശേഷം മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഇത്തരം സമര രീതികളെ പറ്റിയൊന്നും അവർക്ക് പരിചിതമല്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഈ പറയുന്ന മുൻകാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് മന്ത്രിക്ക് വ്യക്തമാക്കും. അല്ലാണ്ട് മന്ത്രി ഞങ്ങൾക്ക് പ്രോട്ടോകോളോ അല്ലെങ്കിൽ സമരത്തിന് വേണ്ടിയിട്ടുള്ള മാർഗരേഖയൊന്നും തരേണ്ട കാര്യമില്ല. അത് ഞങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ പ്രതിഷേധിക്കണമെന്നും ആ പ്രതിഷേധത്തിന്റെ അതിർവരുമ്പ് എവിടെ വരെ എത്തണമെന്നതിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ സമരത്തെ വക്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മന്ത്രിയുടെയും സർക്കാരിന്റെയും CPMന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുഴുവൻ ജില്ലകളിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഏത് തരത്തിൽ അല്ലെങ്കിൽ ഏത് പരിധി വരെ സമരം പോകാം എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകി. അത് മാത്രമാണ് ഇവിടെ കണ്ണൂരിൽ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വീണ ജോർജ് ഈ പറയുന്ന റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പിറ്റേ ദിവസം മുതൽ വീണ്ടും ഞങ്ങളുടെ പ്രതിഷേധ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സർക്കാരിനെതിരെ അത് ഞങ്ങളുടെ KSUവിന്റെയോ കോൺഗ്രസിന്റെയോ മാത്രം പ്രതിഷേധമല്ല, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ രോക്ഷമാണ് ഞങ്ങൾ ഈ കരിങ്കൊടി സമരത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ മാർഗങ്ങളിലൂടെയല്ല ഞങ്ങൾ പ്രതിഫലിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചതാണ്. അല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ലല്ലോ, സംസ്ഥാന വ്യാപകമായി ഏതെല്ലാം ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം ഞങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഇത് റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുന്നത് ആദ്യമൊന്നുമല്ല. ഇതിനു മുൻപ് 2001 ഈ പറയുന്ന UDFന്റെ സർക്കാരിന്റെ കാലഘട്ടത്ത് അന്നത്തെ മന്ത്രിയായിരുന്ന KV തോമസിന് നേരെ ഈ പറയുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണല്ലോ അന്ന് കരിയോലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ടിപ്പോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എന്നിട്ട് ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്ന CPMന്റെ ആളുകളെല്ലാം പറയുന്നത് കേട്ടാ തോന്നുന്നു ഇതെല്ലാം ആദ്യമായിട്ടുള്ള ഒരു സമരമുറയാണെന്ന്. അതുകൊണ്ട് തൽക്കാലം CPMകാരുടെയോ അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിന്റെയോ ഒന്നും ക്ലാസിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. മന്ത്രി എന്ന് പുറത്തിറങ്ങും അന്ന് മുതൽ വീണ്ടും ഞങ്ങൾ ഈ പ്രതിഷേധ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കൂടുതൽ തീവ്രതയുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.